നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരാൾ മരണപ്പെട്ടു, അങ്ങനെ അയാളുടെ ജനാസയ്ക്ക് വേണ്ടിയിട്ട് 40 റജുലൻ 40 ആൾ നമസ്കരിച്ചു എങ്കിൽ അവർ ആരാണ്? ലാ യുശ്രികൂന ബിഹി ഇല്ല, അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വെക്കാത്ത മുവഹിദുകളായ 40 ആളുകൾ നമസ്കരിച്ചു എങ്കിൽ ഇല്ലാ ശഫഅഹുല്ലാഹു ഫീഹി, അള്ളാഹു തആല അവരുടെ ശഫാഅത്ത് സ്വീകരിക്കാതിരിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് രേഖപ്പെടുത്തി വെച്ചാണ് തന്നെ. മറ്റൊരു ഹദീസ് തുർമുദിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. മൻ സല്ലല്ലാ ലില്ലാഹി 40 യൗമൻ ഫി ജമാഅത്തിൻ യുദിരിക്കു തക്ബീറത്തുൽ ഊല കുതിബ ലഹു ബറാഅത്താനി. ഒരാൾ 40 ദിവസം ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ അയാൾക്ക് ഇമാമിൻ്റെ കൂടെ എത്തിപ്പെടാൻ കഴിഞ്ഞു. മനസ്സിലായല്ലോ? അതായത് മസ്ബൂഖ് അല്ല എന്നർത്ഥം. എങ്കിൽ കുതിബ ലഹു ബറാഅത്താനി, 2 ബറാഅത്ത്, 2 മോചനം അയാൾക്ക് അല്ലാഹു തആല എഴുതി കൊടുക്കും. ഒന്ന് ബറാഅത്ത് മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം. മറ്റൊന്ന് ബറാഅത്ത് മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള മോചനം. അതും 40 ദിവസമാണ് റസൂൽ ഇവിടെ പറഞ്ഞത്. നേരത്തെ 40 ആളെയാണ് റസൂൽ പറഞ്ഞത്. ഇനി വേറൊരു കാര്യം, 40 ദിവസവുമായി 40മായി ബന്ധപ്പെട്ടിട്ട് യഖ്റുജു ദജ്ജാലു ഫി ഉമ്മത്തി, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. എൻ്റെ ഉമ്മത്തിൽ ദജ്ജാൽ പുറപ്പെടും. ഫയംകുസു 40, 40 ആ ദജ്ജാൽ താമസിക്കും. 40 ദിവസമെന്നോ 40 മാസമെന്നോ 40 വർഷമെന്നോ റസൂല് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയുന്നുണ്ട്. ഒന്നെങ്കിൽ 40 ദിവസം, അല്ലെങ്കിൽ 40 മാസം, അല്ലെങ്കിൽ 40 വർഷം. അതുപോലെ തൗഖീത്തുൽ ഫിത്രത്ത്, ഫിത്രത്തിൻ്റെ ഒരു കാലാവധി. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നീക്കാൻ കൽപ്പിക്കപ്പെട്ട മുടികൾ, വസ്തുക്കൾ, ശരീരത്തിലുള്ള വേസ്റ്റ് വസ്തുക്കൾ നീക്കാൻ ഉള്ള സമയം അത് 40 ദിവസമാണെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. വിശദീകരിക്കേണ്ടില്ലല്ലോ. ഇനി മറ്റൊരു ഹദീസാണ്, നമസ്കരിക്കുന്ന ആളുടെയും അയാളുടെ മുന്നിലുള്ള മറയുടെയും ഇടയിൽ നടക്കാൻ പാടില്ല എന്നത്. അങ്ങനെ നടക്കുകയാണെങ്കിൽ നടന്നാലുള്ള തെറ്റ്, അതിൻ്റെ ഗൗരവം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ 40 ദിവസം അയാൾ അവിടെ നിൽക്കും, അല്ലെങ്കിൽ 40 മാസം, അല്ലെങ്കിൽ 40 എന്ന് റസൂൽ പറഞ്ഞു. ഇവിടെയും 40 എന്നുള്ള പ്രയോഗമാണ് റസൂൽ നടത്തിയത്. വേറെ ഗൗരവമായി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ അറാഫുകൾ അടുക്കലേക്ക് പോയി. അറാഫ് എന്ന് പറഞ്ഞാൽ ഭാവി പ്രവചിച്ച് പറയുന്ന ആള്. അയാൾ ആരായാണെങ്കിലും ശരി, മതത്തിൻ്റെ മതിൽ കിട്ടുന്നതിനില്ല. ഭാവി പ്രവചിച്ച് ആരെന്ത് പറയുന്നു അവരുടെ അടുക്കൽ പോവുകയും എന്നിട്ട് അയാളോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അയാൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ലം തുഖ്ബൽ സ്വലാത്തുഹു 40 ലൈലത്തൻ, 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. ഇങ്ങനെ തന്നെ മദ്യപിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ആളുടെ നമസ്കാരത്തെ പറ്റിയിട്ടും റസൂൽ 40 സ്വബാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുകയില്ല അയാളുടേത്. ഇങ്ങനെ 40മായി ബന്ധപ്പെട്ട് കുറേ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ചിലത് മാത്രമേ ഞാനിപ്പം നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നും എന്തില്ല, മരിച്ച ആൾക്ക് 40 കഴിക്കാനെന്ന ഹദീസിലേയും കാണില്ല. അത് മറ്റൊരു കാര്യം, അത് വിദഗ്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക.